ഹലോ നമസ്കാരം. മോഡേൺ അലുമിനിയം ആറന്മുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു കിച്ചൻ്റെ വർക്കൊക്കെ വീഡിയോ ആയിട്ട് ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് നല്ല ഒരു വെറൈറ്റി കിച്ചൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ളൊരു കിച്ചനാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് പന്തളമാണ്. പന്തളം മെഡിക്കൽ മിഷൻ അടുത്ത് ഒരു സൈറ്റാണ്. പാസ്റ്റർ ബിജു ജോൺ അച്ഛൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മളെ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് ചെയ്യിക്കുന്ന ഒരു വർക്കാണ്. അച്ഛൻ ഒരുപാട് നേരം ഞങ്ങളെ വിളിച്ചായിരുന്നു. ഞങ്ങൾ വർക്കിൻ്റെ തിരക്കാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരുപാട് വെയിറ്റ് ചെയ്തു. അപ്പോൾ അച്ഛന് വലിയൊരു താങ്ക്സ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യിക്കാൻ സാഹചര്യം ഒരുക്കി തന്നതിന്. അപ്പോൾ നമ്മളിന്ന് ഇത് ശരിക്കും ഒരു കുറച്ച് നാളായി വീട് വെച്ചിട്ട് ഇപ്പോഴവർ കിച്ചനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് താമസത്തിനുള്ളൊരു സെറ്റപ്പ് ആക്കുവാണ്. കിച്ചൺ സ്ലാബൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു രീതിയിൽ ചെയ്യാനായിട്ടാണ് അവർ ആ ഒരു രീതിയിൽ ചെയ്ത് ഇട്ടിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കാണുന്നവർക്കറിയാം. അതേപോലെ ബോക്സ് ആക്കി നമ്മൾ കൊണ്ട് സെറ്റാക്കി കൊടുക്കും. അതിൻ്റെ മണ്ടയിൽ ഗ്രാനൈറ്റ്, വോൾട്ടൈൽ, സിങ്ക് ഒക്കെ മാത്രം സെറ്റ് ചെയ്താൽ മതി. ഇതേ ഒരു പോർഷനിലാണ് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത്. അത് നമ്മൾ ഏത് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഫ്രണ്ടിൽ, അതേ ഷീറ്റ് തന്നെ ആയിരിക്കും അതിൻ്റെ ഫ്രണ്ട്, ബാക്ക്, പാർട്ടീഷന് എല്ലാം ചെയ്യുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യാൻ ഇപ്പോഴും പേടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അലുമിനിയം ചെയ്താൽ അത്ര ഡ്യൂറബിൾ ആണോ, അത് കംപ്ലൈൻറ്റ് വരുമോ, ഹിഞ്ചസ് പറഞ്ഞു പോകുമോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മളോട് ഇതേപോലെ സജഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അപ്പം അവരൊക്കെ പറയുന്നത് ഇതിൻ്റെ ഹിഞ്ചസ് ഇളകിപ്പോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഹിഞ്ചസ് ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് മെയിൻ കാരണം നമ്മളിതിൽ ഉപയോഗിക്കുന്ന സ്ക്വയർ ട്യൂബുകൾ വെയിറ്റ് കുറഞ്ഞ് ഗേജ് കുറഞ്ഞ സെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ശരിക്കും അങ്ങനെ പെട്ടെന്ന് ഇളകി പോകുന്നതല്ല. നമ്മൾ ഏറ്റവും കനം കുറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ അവരാദ്യം പറയുന്നത് എനിക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു വർക്ക് ചെയ്ത് തന്നാൽ മതി, റേറ്റ് മാക്സിമം കുറച്ച് ചെയ്ത് തരണം. അങ്ങനെ പറയുമ്പോൾ ഒരു ഫാബ്രിക്കേറ്റർ എന്ന നിലയ്ക്ക് അവർ ചിന്തിക്കുന്ന അവർക്കൊരു വർക്കാണ് പ്രധാനം. അവർ അപ്പം ഏറ്റവും ലോക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് ഇട്ട് ചെയ്തു തരും. അങ്ങനെ വരുമ്പോഴാണ് ഇതേപോലുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. അതിൻ്റെ അലുമിനിയം സ്ക്വയറൊക്കെ ആണെങ്കിൽ നല്ല ഗേജുള്ള സെക്ഷൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രയും നമ്മുടെ ഷീറ്റിനൊക്കെ ഒരു നല്ല വെയിറ്റ് ഉള്ള ഷീറ്റാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ താങ്ങി നിർത്താൻ ഒരു ബലമുള്ള സെക്ഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് യാതൊരു രീതിയിലുള്ള കംപ്ലൈൻറ്റും നമുക്ക് ഇതിൻ്റെ അകത്ത് വരില്ല. ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് ഞങ്ങളൊരു വീഡിയോ കുറച്ച് കാലം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. നമ്മൾ പ്ലൈവുഡ് അതേപോലെ മൾട്ടിവുഡൊക്കെ ചെയ്യുമ്പോൾ അതിന് കംപ്ലൈൻറ്റ് വരുമെന്നല്ല, ശരിക്കും അതൊക്കെ ഒരു ഗ്രേഡുണ്ട്. ഗ്രേഡ് കൂടിയ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാലേ നമുക്കത് കംപ്ലൈൻറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേസമയം ഈ അലുമിനിയത്തിലാണെങ്കിൽ നമുക്ക് രണ്ടാമത് പെയിൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പൗഡർ കോട്ടഡ് ആണ്. നമുക്ക് വൺ ടൈം ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ അതേപോലെ ഫിനിഷാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടുത്തെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മുടെ അതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നല്ല ഒരു ഫിനിഷിങ്ങായിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ. ഗ്രേ വൈറ്റ് ഒരുപാട് സൈറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരും നമ്മുടെ ഇതേപോലൊരു സൈറ്റ് വർക്ക് കണ്ടിട്ടാണ് ഈ വർക്കിന് ഞങ്ങളെ വിളിച്ചത്. ഈ ഒരു ഗ്രേ ശരിക്കും ഇവരെ ഫ്ലോറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്ന ഈ ഒരു ഗ്രേ കോമ്പിനേഷനാണ്. അപ്പം ആ ഒരു കളർ മതിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിൽ ചെയ്ത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഗ്യാസ് വെക്കുന്ന പോർഷനാണ്. അവിടെ നല്ല രീതിയിൽ നമുക്കത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റി. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ടോപ്പ് ഏരിയയിലും അത്യാവശ്യം സ്റ്റോറേജുള്ള ബോക്സുകളാണ് നമ്മൾ സെറ്റാക്കി കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് സിങ്ക് ഏരിയ ആണ്. സിങ്കും എൻ്റെ അടിവശത്തും നല്ല സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഒരു 4 ഡ്രോവേഴ്സ് ഇതിൻ്റെ അകത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.
കൂടാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ആദ്യം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറാണ്, 2 നമ്പറിലും വാട്സപ്പ് ഉണ്ട്. അതിലൊരു വോയിസ് നോട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിന് റിപ്ലൈ തരും തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാനായിട്ട് വിളിച്ച ബിജു ജോൺ, കല്ലട എബനൈസർ, പുഴിക്കാട് അച്ഛന് വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ വർക്ക്. നെക്സ്റ്റ് നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.